എടാ 100 രൂപ വെച്ച് 10 രൂപ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ല. ഞാൻ 100,000 പ്രശ്നത്തിലാ. അപ്പോഴാ ഓൻ്റെ ഒരു 100 രൂപ. നിനക്കെന്തിനാ മോനെ ഇപ്പൊ 100 രൂപ? ഞങ്ങൾ എല്ലാരും പൈസ ഇട്ടിട്ട് ഇതൊരു ബോൾ വാങ്ങാൻ തീരുമാനിച്ചു. ഗിരീഷേട്ടാ, കുടുംബശ്രീന്ന് വാങ്ങിയ പൈസ കഴിഞ്ഞ 2 ആഴ്ചയായി അടക്കാത്ത. നാളെ എന്തായാലും അടക്കണം. ആ നോക്കാം. അമ്മേ, നമ്മളെപ്പോ പൈസക്കാരാവാ? അച്ഛനോട് എപ്പോ പൈസ ചോദിച്ചാലും പൈസ ഉണ്ടാവില്ല. അച്ഛൻ തരാഞ്ഞിട്ടില്ലല്ലോ മോനെ, അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ. അമ്മേ, ഞാൻ കളിക്കാൻ പോണാണ്. എടാ, ചായ കുടിച്ചിട്ട് പോയാ മതി. എനക്കിപ്പോ ചായ വേണ്ട, ഞാൻ പോന്നാ. എടാ, സമയം 10 വരായില്ലേ? ഈ ആദ്രം വരാത്തെ? എടാ, അവൻ വരുവാടാ. അവൻ എത്ര ലേറ്റ് ആയാലും അവൻ വരും. എടാ ആദ്യര്, നീ എന്താടാ വൈകിയേ? ഇതൊക്കെ വീട്. എനക്ക് ബോൾ വാങ്ങാനുള്ള പൈസ കിട്ടിയോ? ഇല്ലടാ, അച്ഛനടുത്ത് പൈസ ഇല്ലാന്നാ പറഞ്ഞ. അതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ? നിന്റെ അച്ഛൻ എപ്പെങ്കിലും പൈസ തന്നിട്ടുണ്ടോ? പൈസ കിട്ടിയില്ലെങ്കിലും ഞാൻ ബോൾ വാങ്ങാനുള്ള പൈസ എങ്ങനെയൊന്നും കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തും? കണ്ടാ, അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഞാനിത് കാണാണ്ടെടുത്തതാ. എടാ, ഈ ലോട്ടറി ടിക്കറ്റ് വെച്ച് നീ എന്താ ചെയ്യാൻ പോണേ? നമുക്കിത് വിൽക്കാം. എടാ, ഈ ലോട്ടറി ടിക്കറ്റ് ആര് വാങ്ങാനാ? ഇത് ഇന്നത്തെ ടിക്കറ്റാ. പക്ഷെ ഇതിന്റെ വില 50 രൂപ. നമുക്കിത് 40 രൂപക്ക് വിൽക്കാം. സംഭവം കൊള്ളാം. പക്ഷെ ഇത് ആർക്ക് വിൽക്കും നമ്മള്? ഐഡിയ. ലോട്ടറി ടിക്കറ്റ് എടുക്കാ? വേണ്ട മോനെ, ഞാൻ ടിക്കറ്റ് എടുക്കരുത്. അങ്കിളെ, ഒരു ടിക്കറ്റ് എടുക്കുവോ? ഞാൻ ഇന്നത്തെ ടിക്കറ്റ് എടുത്തു. വേടാ, എടാ നിക്ക്. എടാ, നമുക്ക് ടിക്കറ്റ് റികാഷ് ചേട്ടന് എടുത്താലോ? റികാഷ് ചേട്ടൻ ദിവസം ഒരുപാട് ടിക്കറ്റ് എടുക്കലുണ്ട്. എന്നാ വാ. എന്താ മക്കളെ? റികാഷ് ചേട്ടാ, ഈ ടിക്കറ്റ് ഒന്ന് എടുത്തിട്ട് ഇതിന്റെ പൈസ തരുവാ? ലോട്ടറി ടിക്കറ്റോ? ഇതെവിടുന്ന് കിട്ടി? എനക്ക് വേണ്ട മക്കളെ ലോട്ടറി ടിക്കറ്റ് ഒന്നും. ഏട്ടാ, 2 ടിക്കറ്റ് ഉണ്ട്. 20 രൂപ കുറച്ച് തന്നാ മതി. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ ഞാൻ ലോട്ടറി എടുക്കലൊക്കെ നിർത്തി. ഏട്ടാ, ഞങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഏട്ടൻ എന്തായാലും ടിക്കറ്റ് പൈസ അടിക്കും. ഇവരെ കൊണ്ട് തോറ്റല്ലോ. നിങ്ങളോടല്ലോ പറഞ്ഞ എനിക്ക് ടിക്കറ്റ് വേണ്ടാന്ന്. ഓ, ഇതറാവോ മക്കളെ? ആ ടിക്കറ്റ് എനിക്ക് തന്നേക്ക്, കാശ് ഞാൻ തരാം. ബാക്കി തീരെ ചില്ലറയില്ല. മക്കളെ, കാശ് ബാക്കി വേണ്ട, മക്കളെടുത്തോളൂ.
എടാ നീ എന്നാടാ ആറിന് തരേന്നേ? നിങ്ങളല്ലേ പറഞ്ഞത് ആർജിന്റെ പല വേണമെന്ന്? എന്റെ മോനെ ഇനിയൊക്കെ പണിക്ക് വിളിച്ച് എന്നെ വേണം പറയാൻ. അല്ലടോ നിന്റെ മുമ്പ് കിടക്കുന്നതല്ലേ ആറഞ്ചിന്റെ പല? വെറുതെ അല്ല ഇനിയൊന്നും ആരും പണിക്ക് വിളിക്കാത്തത്. ഹലോ. ഗിരീഷ, ഇത് ഞാനാ നാരായണ. മനസ്സിലായി. എന്നാ നീ ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് 2 ടിക്കറ്റ് എടുത്തില്ലേ? എടുത്തു. എന്താ നാരായണ, ലോട്ടറി വല്ല അടിച്ചോ? ഗിരീഷ, ഇന്ന് നറുക്കെടുത്ത കാരുണ്യന്റെ 1 കോടി ഞാൻ വിറ്റ ടിക്കറ്റിന് അടിച്ച്. ഈ 1 കോടി രൂപയുടെ ഭാഗ്യവൻ നീയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം തന്നെയാണോ? എടാ, നീ ആ ലോട്ടറി ടിക്കറ്റുമായിട്ട് വേഗം തന്നെ ഇങ്ങോട്ട് വാ, ബാക്കി എന്നിട്ട് പറയാം. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ എത്താം. എടാ, എന്നോട് ഞാൻ പറഞ്ഞില്ലേ ജോലി സമയത്ത് ഫോൺ എടുക്കരുത്. ഒന്ന് പോടോ. ഇനി നിന്റെ പണി എന്റെ പട്ടിക്ക് വേണം. ഞാനുണ്ടല്ലോ കോടീശ്വരനാ, കോടീശ്വരൻ. ഇവൻ പ്രാന്തായോ? എന്തൊക്കെ അവൻ പറഞ്ഞു പോയേ? ഹലോ. എന്നിട്ട് മോളെ, ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശ്രീധരേട്ടൻ പറഞ്ഞോളി. രാവിലെ മുതലേ ഗിരീഷിന്റെ സ്വഭാവത്തില് എന്തെല്ലോ മാറ്റം ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ എന്നെ ചീത്ത പറഞ്ഞോണ്ടാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എനിക്ക് പേടിയാവുന്നു. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? പേടിച്ചിട്ട് കാര്യമല്ല, പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. വേണമെങ്കിൽ ഞാനും വരാം. എടി, എന്റെ ഷർട്ടിന്റെ പോക്കറ്റില്ല ലോട്ടറി ടിക്കറ്റ് എവിടെ? അതാണോ കാര്യം? ഞാൻ കണ്ടിട്ടില്ല. എടി, ഞാൻ എടുത്ത ടിക്കറ്റിന് 1 കോടി രൂപ അടിച്ചത്. 1 കോടിയോ? എന്നാൽ ഇതെവിടെ പോയി? ഹലോ, എന്താടാ? റികേഷ, ഇന്നത്തെ ലോട്ടറിന്റെ ഫസ്റ്റ് പ്രൈസ് നമ്മളെ നാരായണൻ വിറ്റ ടിക്കറ്റിനാണേ. നേരാണോ? നേരാടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ലോട്ടറി അടിച്ചത് നമ്മളെ കുമാരേട്ടന്റെ മോൻ ഗിരീഷേട്ടനാ. ഗിരീഷേട്ടന് ടിക്കറ്റ് ഐഡിയ വെച്ചെന്ന് ഓർമ്മയില്ല. മോന് തോന്നുന്നു എന്റെ വീട്ടിൽ കൊടുക്കടാ. ഞാൻ കൊടുക്കാം. ഹലോ ഭായ്. ഭായ്, സുന്ദർ ഭായ് എവിടെ പോയി? സുന്ദർ ഭായി ഇന്ന് രാവിലെ നാട്ടിൽ പോയി. ഇനി തിരിച്ചു വരൂല. സുന്ദർ പണിക്ക് വേറാണ്ട് പഠിച്ചോ. ഈശ്വര, 1 കോടി രൂപ ഞാൻ ആ ടിക്കറ്റ് കുട്ടികളെ കയ്യിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കോടീശ്വരനായേനെ. क्या पूछ रहे भाई?
कौन है? वो आदमी का टिकट है सुंदर भाई के पास है। മോനെ ഭാഗ്യമില്ലാണ്ടായിപ്പോടാ നമുക്ക്. അച്ഛാ, അച്ഛന് 1 കോടി രൂപയാണോ വലുത്, അതോ ഞാനോ? പണം നമുക്ക് ഇനിയും ഉണ്ടാക്കാം അച്ഛാ, പക്ഷെ എന്നെ പോലത്തെ ഒരു മോനെ 10 കോടി കൊടുത്താലും കിട്ടുമോ? സാരമില്ലടാ, നമുക്ക് ആ പൈസ വിധിച്ചിട്ടില്ലെന്ന് കരുതാം. എല്ലെങ്കിലും എന്റെ മോൻ പഠിച്ച് വലുതായാൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടി നമ്മളും കോടീശ്വരനാവുമല്ലോ. പിന്നെ അല്ലാതെ ലോട്ടറി അടിച്ച പൈസയൊന്നും നമുക്ക് വേണ്ട. എന്തായാലും അച്ഛൻ്റെ അമ്മേന്റെ സ്വപ്നം കൊള്ളാം. എന്നാലും അച്ഛൻ നാളെ മുതൽ വീണ്ടും ലോട്ടറി എടുക്കണം. എന്തായാലും അച്ഛനൊരു ബമ്പർ കോടി അടിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്.